നോക്കിയുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് ഒരു പെട്ടി നിറച്ച് സാധനം വന്നിട്ട് ഇന്നാ ഇപ്പോൾ തുറന്നു നോക്കാൻ നേരം കിട്ടിയത് കേട്ടോ. ഇപ്പോൾ ഒക്കെ ഒരു മൂടി കെട്ടിക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഒരു വെളിച്ചമില്ലാത്ത മാതിരിയാണല്ലോ എപ്പോഴും. പെട്ടി പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ നിറച്ചും ചെറിയ കുട്ടിയൊക്കെ പറ്റിയ സാധനങ്ങളാട്ടോ. ഞാനായിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് കേട്ടോ മാജിക് സ്ലേറ്റ്. ഇത് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഉപകാരമാണ് ഒരു സംഗതി കേട്ടോ. 1-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKG-ലോ UKG-ലോ ഒക്കെ ചേർത്തിയ മക്കൾക്ക് അക്ഷരമാല പഠിച്ചാനൊക്കെ നല്ല സുഖാട്ടോ. ഇംഗ്ലീഷിലുള്ളതുണ്ട്. ഇനി മലയാളത്തിലുമാണെങ്കിൽ നമുക്കൊരു കാർഡ് വെച്ചൊക്കെ എഴുതി ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചിത്രം വരയ്ക്കുന്ന സംഗതി ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുന്ന ടൈമിൽ കൂടെ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. അടിയിൽ വെച്ച ആ പേപ്പറിൻ്റെ കണ്ടെത്തുമ്പോഴുള്ള അക്ഷരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തെളിഞ്ഞ് കാണുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ നിറവ് കൂടെ അങ്ങനെ എഴുതി എടുത്താൽ മതി കേട്ടോ. മക്കൾക്കൊക്കെ നമ്മൾ പണ്ട് കുറേ കോപ്പിയൊക്കെ എഴുതിയില്ലേ ഇനി വച്ചേക്കൊക്കെ തന്നെ കേട്ടോ. പിന്നെ അത് അതിന്മേലൊരു ഡിലീറ്റിൻ്റെ ഒരു സ്വിച്ചും ഉണ്ട് കേട്ടോ. അത് നോക്കിയാൽ അതിത്തെ ഫുള്ള് മാഞ്ഞാട്ട് പോകുക. ആ സിലേറ്റത്തെ പണ്ടൊക്കെ നമ്മൾ മാച്ചാൻ പറ്റെടുത്ത് മാച്ചാലല്ലേ ഇനി ഇപ്പം അങ്ങനത്തെ മോഡലൊക്കെ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ ചെക്കത്തെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ആട്ടും ഇങ്ങോട്ടും നീക്കണത് ഒരു ഭാഗത്തേക്ക് നീക്കിയാൽ ലോക്കാവും, ഒരു ഭാഗത്തേക്ക് നീക്കിയാൽ ലോക്ക് തുറക്കും കേട്ടോ. ലോക്ക് ആക്കിയാട്ട് നമുക്ക് ആ പിന്നെ ചിത്രവും അതേപോലെ നമ്മൾ എഴുതിയതൊക്കെ അതിൽ വെച്ചാൽ മാഞ്ഞു പോവില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഡിലീറ്റ് നോക്കിയാലും നോക്കിയാൽ മാഞ്ഞു പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ലോക്കിൻ്റെ സ്വിച്ച് അവിടെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മാഞ്ഞു പോവുകയും ചെയ്തോളൂ കേട്ടോ. ഇപ്പോഴാണ് സ്കൂളൊക്കെ തുറന്നതല്ലേ, കുട്ടികൾക്ക് കയ്യക്ഷരം നന്നാക്കാനും അങ്ങനത്തേനൊക്കെ പറ്റിയൊരു സിലേറ്റാണ് ഇട്ടത്. മക്കളെ കുറേ കുത്തിരുന്ന് പഠിപ്പിച്ചിട്ടും ചിലയിട്ടൊക്കെ ഉണ്ടാവില്ല, എഴുതാനും വായിച്ചാനും ഒക്കെ കുറേ സമയം എടുക്കണമല്ലോ. ആ ചേക്കത്തോർക്കൊക്കെ നല്ല എളുപ്പത്തിൽ എഴുതാൻ പഠിച്ചിട്ടോ. അടുത്ത സാധനം ഉള്ളത് ചേക്കത്തൊരു പെട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതിൽ 2 കടലാസും പെൻസിലും പിന്നെ ആ ചേക്കത്തൊരു സ്കെയിലും പിന്നെ ഒരു തകരൻ്റെ ബോക്സ് ഇട്ടോ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോയില്ലേ, ആ ചേക്കത്തൊരു ബോക്സും നല്ല അടച്ചുറപ്പുള്ള ബോക്സാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ്. പിന്നെ ചേക്കത്തൊരു ചെറിയ ബോക്സിൽ കുറച്ച് മേഘ കളറും ഉണ്ട്, മായ്ക്കടബറും ഉണ്ട്, കൂർപ്പിച്ചനതും ഉണ്ട് കേട്ടോ. ഇച്ചേക്കത്തെ പ്രൊഡക്റ്റുകൾ മാത്രമല്ല കേട്ടോ ഓലെ കയ്യിലുള്ളത്. പല മോഡൽ വാച്ച്, കീ ചെയിൻ, അതേപോലെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ്, കോസ്മെറ്റിക്സ് ഐറ്റംസുകൾ, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ എല്ലാവിധ സാധനങ്ങളും പിന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഓലെ കയ്യിൽ. ഇപ്പം ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ മക്കൾക്ക് ചേക്കത്തൊക്കെ ഓരോന്ന് ഗിഫ്റ്റ് കൊടുത്താൽ അതിലേക്ക് നല്ല ഊറ്റായി വരും കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസുകളാവും ഉണ്ട് കേട്ടോ ഓലെ കയ്യിൽ. ചേക്കത്തെ ലബൂബുവിൻ്റെ വാച്ചും ബെൻട്ടൻ്റെ വാച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കീ ചെയിൻ നല്ല രസമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ആ ക്യാമറ ആണ് കേട്ടോ. അതിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലബൂബുവിൻ്റെ പലജാതി ഫോട്ടോസും ഇങ്ങനെ മാറി മാറി വരികയാണ് കേട്ടോ. ഇതേപോലത്തെ സാധനങ്ങൾ പോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹോൾസെയിലായിട്ട് നിങ്ങൾ കുറേ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓലെ പേജുക്കും ഞാൻ ഓലെ നമ്പറും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മെസ്സേജ് അയച്ചു നോക്കിട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഐറ്റംസുകൾ മാത്രമല്ല കേട്ടോ ഓലെ കയ്യിലുള്ളത്, വേറെയും പലജാതി പ്രൊഡക്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓലെ പേജ് ഒന്ന് ഫോളോ ആക്കി കൊടുത്താളിട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ ചേക്കത്ത് ഓരോ സാധനം ഓർഡർ ചെയ്തോളിട്ടോ, നല്ല ഓഫറും ഉണ്ട്.